PV Anwar ചിലരുടെ കോടാലിക്കൈയാകുന്നു എന്നാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് പറയാനുള്ളത്, PV Anwar കോടാലി കൈയല്ലാകുന്നത് കോടാലി തന്നെയാകുന്നു എന്നാണ്. ആർക്കെതിരെയുള്ള കോടാലി? പിണറായി വിജയൻ എന്ന ഒരു വലിയ ബിംബത്തെ തകർക്കുന്ന, വീശിയടിക്കുന്ന കോടാലി, ആ ബിംബത്തിന്റെ കടക്കൽ വീശി വെട്ടിയ കോടാലിയായിട്ട് മാറിയിരിക്കുന്നു എന്നാണ്. മലബാറിലെ ന്യൂനപക്ഷ വോട്ടുകൾ ബാങ്കിലേക്ക് കടന്നു കയറാൻ പിണറായി വിജയനെ മുൻനിർത്തി CPM പയറ്റുന്ന തന്ത്രങ്ങളുടെ കടക്കലാണ് ഈ അൻവർ തൻ്റെ കോടാലി ഉപയോഗിച്ചിരിക്കുന്നത്. അല്ല, കോടാലി ആരുടെയും കോടാലി കൈയല്ല. ഈ അൻവർ വന്ന് വെട്ടിയിരിക്കുന്നതും ആ കോടാലി വന്ന് കൊണ്ടിരിക്കുന്നതും പിണറായി വിജയൻ എന്ന് പറയുന്ന വലിയൊരു ഐക്കൺ, CPMകാർ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഐക്കന്റെ തലയ്ക്ക് മണ്ടയ്ക്ക് അല്ലെങ്കിൽ കാൽ കീഴിൽ തന്നെയാണ്. സംഘപരിവാറിനോട് വിട്ടുവീഴ്ചയില്ലാത്ത നേതാവായി പിണറായിയെ ഉയർത്തിക്കാട്ടിയാണ് CPM വർഷങ്ങളായി മലബാറിൽ വോട്ട് ചോദിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഞങ്ങൾ സംഘപരിവാറിനോട് എപ്പോഴും എതിരാണ്, ഞങ്ങൾ സംഘപരിവാറിനോടൊപ്പം ഇല്ല, നമ്മുടെ ഏറ്റവും വലിയ ശത്രു RSS ആണെന്നൊക്കെ മലബാറിൽ ചെന്ന് പറയുകയും എന്നാൽ അതേസമയം തന്നെ സംഘപരിവാറിനോട് കൂട്ടുചേരുകയും ചെയ്യുന്ന ഒരു രീതിയാണ് CPM കാണുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ BJP ചോദ്യം ചെയ്യാനാകാത്ത ശക്തിയാവുകയും കോൺഗ്രസ് ദുർബലമാവുകയും ചെയ്തതോടെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഈ പ്രചരണത്തിന് സ്വീകാര്യത ലഭിച്ചു CPMന്. കാരണം അവിടെ കോൺഗ്രസ് ഉണ്ടല്ലോ എന്നുള്ളൊരു ധൈര്യം. പക്ഷേ ഇപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസിനെ കൊണ്ടൊന്നും കഴിയില്ല, കണ്ടല്ല, തോറ്റുപോയില്ലേ, നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കൂ, ഞങ്ങളുടെ ചിറകിൻ്റെ അടിയിൽ നിൽക്കൂ, RSS അല്ല, ഇനി ASS വന്നാലും ഞങ്ങൾ നിങ്ങളെ സംരക്ഷിക്കാം. അപ്പോൾ പാവം കുറെ മലബാറിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുകയും അവരവിടെ കൂടെ നിൽക്കുകയും ചെയ്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തിരിച്ചറിവിൻ്റെ അടയാളങ്ങൾ കാണിച്ചത് തുടങ്ങിയപ്പോൾ CPMന് അങ്കലാപ്പായി. ഇനിയിപ്പോൾ നമ്മൾ കോൺഗ്രസിന് ഒരു ഗുണം ഉണ്ടാവില്ല, ഇനി തിരിച്ചു വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ ന്യൂനപക്ഷങ്ങളെല്ലാം നമ്മൾ കൂടെ നിർത്തിയത് യുവമാരെല്ലാം തിരിച്ച് കോൺഗ്രസിലോട്ട് പോകുമെന്നുള്ളൊരു അങ്കലാപ്പ് CPMനുണ്ടായി. മുഖ്യമന്ത്രി മുതൽ CPM ജില്ലാ സെക്രട്ടറി വരെയുള്ളവർ RSSുമായി സന്ധി ചെയ്യുന്നവരാണെന്ന് PV Anwar ഇപ്പോൾ ഈ സമയത്ത് തന്നെ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. രണ്ടടിയാണ്. ഒന്ന്, കോൺഗ്രസ് ശക്തി പ്രാപിച്ചു, വീണ്ടും അധികാരത്തിൽ എന്നുള്ളൊരു ധാരണ ഉണ്ടായി. അപ്പം ന്യൂനപക്ഷങ്ങൾക്ക് കോൺഗ്രസിനോട് കൂടുതൽ താല്പര്യം തുടങ്ങി, CPMനെ വിട്ടു തുടങ്ങി. ആ സമയത്ത് PV Anwar നന്നായിട്ട് അടിച്ചിരിക്കുന്നു. ഇവന്മാരെല്ലാം RSSുമായിട്ടും അല്ലെങ്കിൽ സംഘപരിവാറുമായിട്ട് സഖ്യമുണ്ടാക്കുന്നതാണ് പിണറായിയുടെ രാഷ്ട്രീയ പാർട്ടികളും. ന്യൂനപക്ഷ സംരക്ഷക പ്രതിച്ഛായയാകും ബാധിക്കുക. ഇവര് ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ് നടന്ന പ്രതിച്ഛായയെ തകർക്കാനാണ് നമ്മുടെ അൻവർ ശ്രമിച്ചത്. പോലീസിൽ നീതി ലഭിക്കുന്നില്ലെന്ന് പരാതി CPMനോട് ചേർന്ന് നിൽക്കുന്ന സാമുദായിക സംഘടനകൾ ഉൾപ്പെടെ നേരത്തെ ഉയർത്തിയതാണ്. ഭരണകക്ഷി MLA തന്നെ ഇത് വിളിച്ചു പറയുമ്പോൾ നിലപാടിന് കൂടുതൽ സ്വീകാര്യത ലഭിച്ചെന്ന വിശ്വാസത്തിലാണ് ഈ സംഘടനകളെല്ലാം നിൽക്കുന്നത്. മലബാറിലെ UDF കോട്ടകൾ ഇളക്കാൻ UDFലെ അസംതൃപ്തരെ ഇരു കൈയും നീട്ടി സ്വീകരിക്കൂ എന്നതായിരുന്നു CPM നിലപാട്. TK ഹംസ മുതൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ മത്സരിച്ച KS ഹംസ വരെയുള്ളവർ ഇതിന് ഉദാഹരണമാണ്, നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവരെ മുന്നിൽ നിർത്തിയാണ് മുമ്പ് CPM ന്യൂനപക്ഷ വോട്ടിലേക്ക് കടന്നു കയറാൻ ശ്രമം നടത്തിയിരുന്നത്. എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതുകൊണ്ട് സാമുദായിക സംഘടനകളുമായി നേരിട്ട് ഒരു ബന്ധം അദ്ദേഹം എല്ലാ സംഘടനകളുണ്ടായി. കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ മുന്നേറ്റത്തിന് ന്യൂനപക്ഷ പിന്തുണ ഗുണം ചെയ്തുവെന്ന് ഇടതുമുന്നണി വിലയിരുത്തുകയും ചെയ്തു. കാരണം പിണറായി വിജയൻ അത് വളരെ സമർത്ഥമായിട്ട് ന്യൂനപക്ഷങ്ങളെ കയ്യിലെടുക്കാൻ ശ്രമിച്ചു. അദ്ദേഹം അവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്ന് ആലോചിക്കണം, അതവിടെ ഇരുന്നോട്ടെ. ഇടതുപക്ഷം ദുർബലമായ ചില മേഖലകളിലെ അപ്രതീക്ഷിത മുന്നേറ്റത്തിന് പിണറായി ഫാക്ടർ കാരണമായതായി എതിരാളികളും വിലയിരുത്തി. സമുദായ സംഘടനകളുമായുള്ള പിണറായിയുടെ നേരിട്ടുള്ള ഇടപെടൽ ഗുണം ചെയ്തെന്ന് വല്ല നിഗമനം ഉണ്ടായി. മുസ്ലിം ലീഗുമായിട്ട് കൂടെ ചേരാനും നിന്നു. അതിൻ്റെ കൂടെ നിന്ന സമസ്തയിലെ ഒരു വിഭാഗം ഇടതുപക്ഷ അനുകൂലമായ നിലപാട് സ്വീകരിച്ചു. ഇതിൻ്റെ തുടർച്ചയായി വ്യാഖ്യാനിക്കപ്പെട്ടു. സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധത്തിലുണ്ടായ അസ്വസ്ഥത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചില്ല. അടുത്ത തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ അലയൊലികൾ ഉണ്ടാകുമെന്ന് ഇടതുപക്ഷം കണക്ക് കൂട്ടിയൊക്കെ അൻവറിൻ്റെ ആരോപണങ്ങൾ മുന്നിൽ ആകെ തകർന്നടിയുകയാണ്. എന്തായാലും സമസ്തയെ കൂടെ കൂട്ടുനിർത്തി ഇടതുമുന്നണി മുസ്ലിം ലീഗിൻ്റെ ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാനുള്ള ശ്രമം ഇതാ പാളിയിരിക്കുന്നു. അൻവർ കൃത്യമായിട്ടും മറുപടി കൊടുത്തിരിക്കുന്നു. പിണറായി വിജയൻ എന്ന് പറയുന്ന ബിംബത്തെ എടുത്ത് തകർത്ത് എറിഞ്ഞു ഉടച്ചിരിക്കുന്നു.